Good afternoon. Okay, all of you take your textbook. നമ്മുടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ രാവിലെ ക്ലാസ് കട്ടായതല്ലേ? അതെ, അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. ഒന്നും കൂടി അത് റിവൈസ് ചെയ്യാം. All of you take your page number 28. പാട്, ചക്, ഊക്കി, മാത്ര. ഊസെ ഊൻ, സൂരജ്, മൂലി, ഭാലു, ആലു. നിങ്ങളുടെ പ്രസന്റ് ടൈപ്പ് ചെയ്യാൻ മറക്കണ്ട. അതിനുശേഷം ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. പഠിക്കൽ സീക്കോ. ഫൂൽ, ചൂടി, ചൂല, जादूगर, बूटा, खजूर, नूतन, कबूतर, चूहा, पूरब, खरबूज, तरबूज. വായിച്ചു അല്ലേ? കുറെ പേര് വായിച്ചു. ഓക്കെ, അതിന്റെ താഴെയായിട്ട് ലിഖോ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലൂടെ നിങ്ങൾ എഴുതണം കേട്ടോ. പെൻസിൽ കൊണ്ട് എഴുതുക. ധൂ സെ ധൂപ്. ധൂപ് മീൻസ് സൺഷൈൻ. പൂ പൂരി. സു സെ സൂരത്ത്. ദൂ സെ ദൂർബീൻ. ഇതാണ് നമ്മൾ പഠിച്ചത്. റൈറ്റ് സൈഡിൽ, സോറി, പേജ് നമ്പർ 29 രാ കെ സാത്ത് ഊ ഔ റൂക്കി മാത്ര. അങ്ങനെയാണ്. രാ എന്ന അക്ഷരത്തിന് ഊവിന്റെ ചിഹ്നം എവിടെയാണ് ചേർക്കുന്നത് എന്നാണ് നമ്മൾ ഈ പേജിൽ പഠിക്കുന്നത്. ശ്രദ്ധിക്കാം. എവിടെയാണ്? രാ വർണ്ണമേ എവിടെയാണ്? വർണ്ണക്കെ മധ്യമേം ലഗായ ജാതാ ഹെ. അത് അക്ഷരത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് നമ്മൾ ഊ ഊ എന്നുള്ള ചിഹ്നം ചേർക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, ഗുരു. ഗുരു എന്ന് എഴുതിയത് എങ്ങനെയാണ് നോക്കിയേ നിങ്ങള്? രണ്ടിനും ഊവിന്റെ ചിഹ്നം തന്നെയാണ്. ഊക്കി മാത്രം തന്നെയാണ്. ഗാ എഴുതിയതിന് താഴെയായിട്ട് ഊവിന്റെ ചിഹ്നം കൊടുത്തു. രായ്ക്ക് അതിന്റെ മധ്യഭാഗത്തായിട്ട് ഊവിന്റെ ചിഹ്നം കൊടുത്തു അല്ലെ? നെക്സ്റ്റ് രൂപയ. ഇപ്പൊ രായുടെ ഊവിന്റെ ചിഹ്നം എവിടെയാ രായ്ക്ക് കൊടുത്തിരിക്കുന്നത് നോക്കിയേ നിങ്ങള്? അതിന്റെ മധ്യഭാഗത്തായിട്ടാണ്. രാ എന്ന അക്ഷരത്തിന്റെ നടുഭാഗത്തായിട്ടാണ് ഊവിന്റെ ചിഹ്നം കൊടുക്കുന്നത്. അമരൂദ്. അവിടെ ഊക്കി മാത്രയാണ് അമരൂദ്. കണ്ടോ? രായുടെ നടുക്ക് ഭാഗത്താണ് ഊവിന്റെ ചിഹ്നം വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ അത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ രൂമാൽ. രൂമാൽ എന്ന് പറഞ്ഞ എന്താണ്? ഹാൻകർചീഫ് ഇല്ലേ, ടവൽ, അതാണ് രൂമാൽ. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രാ എന്ന അക്ഷരത്തിന് ഊ എന്നുള്ള ആ രണ്ട് മാത്രകളും അതിന്റെ നടുഭാഗത്തായിട്ടാണ് എഴുതുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഏത് അക്ഷരത്തിനും അങ്ങനെ പ്രശ്നമില്ല. ഇതിന് മാത്രം. ബാക്കി എല്ലാ അക്ഷരങ്ങളുടെയും താഴെയാണ് നമ്മൾ ഊക്കി മാത്രം ചേർക്കുന്നത്. കുറച്ച് വാക്കുകൾ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ? പടുക്കൽ സീക്കോ. രുയി, രുചി, രുക്കിന, അരുൺ, ശുരു, റൂളർ, ജരൂർ, രൂഠന. നിങ്ങൾക്കത് വായിക്കാൻ കിട്ടുന്നില്ല, പെൻസിൽ കൊണ്ട് അവിടെ നിങ്ങൾക്ക് പതി എഴുതി വെക്കാം. അവിടെ രുയി, രുയി എന്ന് പറയും. രുയി, രുയി എന്ന് പറഞ്ഞാൽ കോട്ടൺ, പഞ്ഞിയില്ലേ, അതാണ് രുയി. വായിക്കുന്ന പ്രൊനൗൺസ് വേണം നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാം. രുയി. രണ്ടാമത് രുചി. രുചി എന്ന് പറഞ്ഞാൽ എന്താണ്? രുചി, ടേസ്റ്റ് ഇല്ല, ഇൻട്രസ്റ്റ്, താല്പര്യം. രുക്കിന. രുക്കിന എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്. അരുൺ എന്ന് പറഞ്ഞ ഒരു പേരാണ്, നെയിമിംഗ് വേർഡ്സ് ആണ് അരുൺ. ശുരു, സ്റ്റാർട്ട്. റൂളർ. റൂളർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? നിങ്ങളുടെ കയ്യിലില്ലേ റൂളർ? യെസ്. ജരൂർ. ജരൂർ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. രൂഠന. എന്താ രൂഠന? രൂഠന എന്ന് പറഞ്ഞാൽ എന്താണ്? പിണക്കം, പിണങ്ങുക എന്നൊക്കെയാ പറയാ രൂഠന. സുൾക്ക് അല്ലെ, സ്യുവൽക്ക്. ടു ബി ഡിസ്പ്ലീസ്ഡ് എന്നൊക്കെ പറയും, പിണങ്ങുക. അതായത് ഇഷ്ടമില്ലാതിരിക്കുക, അതൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ വാക്കുകളൊക്കെ വായിക്കാൻ കിട്ടില്ല, ഒന്ന് വായിച്ചു തരുമോ? സാവിയോജോ. ഇപ്പൊ മിസ്സി വായിച്ച വാക്കുകള്.
ഇപ്പൊ വായിച്ച രുയി രുചി cotton ഹിന്ദി വേർഡ് മാത്രം വായിച്ച ഹിന്ദി വേർഡ് Rui Ruji say aloud Rui Ruji മുകളിലത്തെ വായിക്കാൻ പറ്റുമോ ഗുരു Guru ഓക്കെ അമരൂദ് Amarut ഇറല്ല രായാണത് Rumal രൂമാൽ ഊന്റെ ചിഹ്നല്ലേ രൂമാൽ Rumal ഓക്കെ കീർത്തി ഗുരു രൂപയ കറക്റ്റ് Amarut ഓക്കെ Rumal രൂമാൽ ഓക്കെ താഴത്തെ വാക്കുകൾ വായിച്ചു തരാൻ പറ്റുമോ കീർത്തിക്ക് രൂയി ഓക്കെ നെക്സ്റ്റ് ആരാണ് ബിയോണ ഇത് പേജ് നമ്പർ എത്രയാ നീ എവിടെയാ ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ല അടി കിട്ടുവേ 29 അൺമ്യൂട്ട് ചെയ്യേ ഇത് വായിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പുറത്തെ പേജിലുള്ള കഥ പറഞ്ഞുതരും 30ാമത്തെ പേജിൽ നല്ലൊരു സ്റ്റോറി ഉണ്ട് വേഗം വായിച്ചാൽ പറഞ്ഞുതരാം Rui Ruji രുക്കിന അരുൺ ഓക്കെ വെരി ഗുഡ് കഴിഞ്ഞില്ല അതിന്റെ ബാക്കിയുണ്ട് അരുൺ കണ്ട് താഴോട്ട് വാ അമ്പടി പുസ്തകം മടക്കി വെച്ചു അരുൺ ഏതൊക്കെ അക്ഷരങ്ങളാ നോക്ക ശുരു ശുരു റൂളർ റൂളർ ജരൂർ രൂഠിന നിയ ശ്രദ്ധിച്ചിരിക്കാം മിസ് വായിച്ചരാം നിയ ഗുരു നിയ Guru രൂപയ Daya രൂപയ എന്താണ് Amarut മിസ് പറയുന്ന കേട്ട് പറയൂ കൂടെ പറയൂ ഗുരു Guru രൂപയ Rupaya
അത് രണ്ടും ഊക്കി മാത്രമാണ്. രണ്ടാമത്തെ റൈറ്റ് സൈഡിലുള്ള വാക്കുകളാണ് ഊവിന്റെ ചിഹ്നം. അമരൂത്, say loudly, അമരൂത്. വോയിസ് സ്ക്രാച്ച് ആവുന്നുണ്ട്, അതുകൊണ്ടാണ്. അതെയോ? ഇങ്ങോട്ട് ക്ലിയർ ആണ്, നല്ല ക്ലിയർ ആണ്. മോള് വായിച്ചോളൂ. അമരൂത്, അമരൂത്, റൂമർ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എന്താണ് കീർത്തി? എവിടെ കീർത്തി? വായിക്കുന്നുണ്ടോ? രുചി. ഓക്കെ, രുചി. രുക്കിന. അരുൺ. അരുൺ, വെരി ഗുഡ്. ശുരു. വെരി ഗുഡ്. സുരു. റുമൻ. റൂളർ. 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 ജരൂർ. ജരൂർ. രൂട്ടിന. രൂട്ടിന, വെരി ഗുഡ്, വെരി ഗുഡ്. ഏബൽ മാത്യു. ഫസ്റ്റ് തൊട്ട് വായിക്കട്ടോ. ഗുരു. ഗുരു. അമരൂത്. നോ പൂവിന്റെ ചിഹ്നമുള്ള വാക്കുകൾ ആദ്യം വായിക്കുക. റൈറ്റ് സൈഡിൽ ഊക്കി മാത്രമാണ് അല്ലെ. അപ്പൊ ആദ്യം തന്നെ ഊവിന്റെ ചിഹ്നമുള്ള വാക്കുകൾ വായിക്കുക. ഗുരു, രൂപയ. ഗുരു, രൂപയ, അമരൂത്, രുമാല. രൂമാൽ. രൂമാൽ, ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് റയാൻ. അങ്ങനെ വായിക്കണ്ട മോനെ. റയാൻ, മക്കള് വീട്ടിൽ നിന്ന് വായിച്ചു പഠിക്കുമ്പോ ചിഹ്നങ്ങളും ഗ പ്ലസ് ഊക്കി മാത്ര പ്ലസ് ര പ്ലസ് ഊക്കി മാത്ര അങ്ങനെ വായിച്ചു പഠിച്ചാൽ മതി എഴുതുമ്പോ കേട്ടോ. ഇപ്പം ആ വാക്കുകൾ മാത്രം വായിച്ചേ. ഗുരു, റുപ്പിയ, ഉപ്പയ, അമരൂത്, രൂമാൽ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ജിയ. ഗുരു, രുപ്പയ, അനാർ. അനാറാണോ അത്? അമരുത്ത്. അമരൂത്. രുമാല. രൂമാൽ. ലാന്നല്ല വായിക്കേണ്ട, രൂമാൽ. ദീക്ഷിതിന് എന്ത് സന്തോഷം, ചിരി വന്ന് നിക്കാൻ പറ്റില്ല ദീക്ഷിതിന്റെ ചിരി കണ്ടിട്ട്. എന്താ ദീക്ഷിതിന് ചിരിക്കുന്നേ? ഞാൻ ഇപ്പൊ വായിപ്പിക്കുവേ. റിച്ചാർഡ്. താഴത്തെ വാക്കുകൾ വായിച്ചേ. പടുക്കർ സീക്കോ എന്നുള്ള രുയി, രുചി, ഓക്കെ, രുഖന, രുക്കിന, അരുൺ, ചുരു, രുലർ, റൂളർ, ജരൂർ, രൂഠൻ. രൂട്ടിന. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ താഴെ നോക്കിയേ, ലിഖോ. താഴെ കൊടുത്തിരിക്കുന്നുണ്ടോ ഡോട്ട്സ് ഇട്ടിട്ട്? രുചി, രുക്കിന, രുദൻ, ശുരുവാത്ത്.
കണ്ടാ ഫസ്റ്റ് റോയില് ഊക്കി മാത്രക്ക ശബ്ദമാണ് കണ്ടോ ഫസ്റ്റ് റോയിൽ കണ്ടോ നിങ്ങള് രണ്ടാമത്തെ റോയിൽ നോക്കിയേ രൂഖ രൂമാൽ രൂപ രൂട്ടിന അപ്പൊ അത് നിങ്ങൾ പെൻസിൽ കൊണ്ട് എഴുതണം കേട്ടോ ഡാനിയൽ ജോർജ് ഇത് ഇത് ഏതാ വായിക്കുന്നത് ഗുരു ഇത് വായിച്ചു ഗുരു രൂപയ രൂപയ പറ നീ പറ അമരൂദ് വെരി ഗുഡ് രുയി രുചി രൂമാൽ രുമാൻ വെരി ഗുഡ് അടുത്തത് രുയി രുയി പറ ഒറ്റയ്ക്ക് പറ രുയി രുചി രുചി രുക്കന അരുൺ തുരു റൂള ജംറൂർ ജരൂർ ജരൂർ ഗരൂർ രൂട്ടിന റൂട്ന വെരി ഗുഡ് ഡാനിയൽ താങ്ക് യു ഓക്കെ സബറ ഗുരു രുപിയ അമരൂദ് രുമാൽ ഓക്കെ വെരി ഗുഡ് അപ്പോൾ നിങ്ങൾക്ക് പേജ് നമ്പർ 30 സ്റ്റോറി കേൾക്കണോ സ്റ്റോറി അല്ലാതെ ഒരു ബൂട്ട ഭാലുവിന്റെ കഥയാണ് വേണോ അല്ല നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ വേണം ഓക്കെ ശ്രദ്ധിച്ചിരുന്നോ പൂക്ക ഭാലു കുറെ നേരമായില്ലേ പഠിക്കുന്നല്ലേ കുറച്ചൊരു എൻജോയ്മെന്റ് വേണ്ടേ പൂക്ക ഭാലു എന്താണ് പൂക്ക ഭാലു പറഞ്ഞ ഭാലു ആരാ ബിയർ അല്ലേ ഹംഗ്രി ബിയർ എന്താ ഫാത്തിമ കുട്ടിയെ അനക്ക് വായിക്കണം വായിക്കണോ അപ്പൊ എന്നാ ഫാത്തിമ വായിച്ചിട്ട് കഥ കേട്ടാ മതി അല്ലേ ഓക്കെ വായിച്ചോളൂ ഗുരു രുപയ അമരൂദ് രുമാൽ രുമാൽ വെരി ഗുഡ് വെരി ഗുഡ് ഐഫുന ഇപ്പൊ എല്ലാരും വായിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുവാണല്ലോ ഓക്കെ ഗുരു റുപിയ അമരൂദ് രുമാൽ very good okay now let me listen here listen page number 30 hey സൂരജ് നിഗൽ ആയാ ഥാ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് വായിക്കാൻ കിട്ടും ഓരോ അക്ഷരങ്ങളും ചിഹ്നങ്ങളും ചേർത്ത് വായിക്കാൻ ശ്രമിക്കണം കേട്ടോ സൂരജ് നിഗൽ ആയാ ഥാ ബൂട്ട ഭാലു जाग गया था भालू भूखा था वह इधर उधर भागा दूर एक खरबूजा पड़ा था भूखा भालू खरबूजा उठा लाया वह खरबूजा खाकर खुश था खरबूजा बहुत मीठा था खरबूजा खाकर भालू की भूख मिट गई थी अब वह नाच रहा था നിങ്ങൾക്ക് മനസ്സിലായോ അമൃത ഇതിന്റെ കഥ പറഞ്ഞു തരാന്നാ പറയുന്നത് ആരും എനിക്ക് കഥ പറഞ്ഞു തരൂ ഇത് ആർക്കെങ്കിലും മനസ്സിലായോ അഥീന നമുക്ക് കേൾക്കാം കേട്ടോ അഥീനയുടെ സ്റ്റോറി എങ്ങനെയാണ് അഥീന പ്ലീസ് അൺമ്യൂട്ട്
ഇപ്പൊ വിശന്നിരിക്കുന്ന ഒരു ബിയറിന്റെ കഥയാണ് പറയുന്നത് അല്ലെ? ഓക്കെ, then start അദീന. ഓഫ് ആക്കിട്ട് പോയാ? ടൈം പോകുന്നു, വേഗം പറഞ്ഞോ. നോ, ഇവിടെ ശ്രദ്ധിക്കാം. സൂരജ് നിഗൽ ആയാത്ത എന്താണ് പറയുന്നത്? സൂര്യൻ ആകാശത്ത് വന്നു എന്നാണല്ലേ? സൂരജ് പറഞ്ഞ സൂര്യൻ വന്നു എന്നാണത്. സൂര്യൻ ഉദിച്ചു വന്നു. ബൂട്ട ഭാലു ജാഗ് ഗയാത്ത. ബൂട്ട ഭാലു പറഞ്ഞ ആരാണ്? വയസ്സായ ഒരു ഭാലു. വയസ്സായി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വയസ്സായ ഒരു ഭാലു വന്നു. ഭാലു ഭൂക്കാത്ത. ഭാലുവിന് ഭയങ്കര വിശപ്പായിരുന്നു. വഹ് ഇതർ ഉദർ ഭാഗ. എന്നിട്ട് ആ ഭാലു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. എന്താണ്? അതിന് കഴിക്കാൻ ഒന്നും കിട്ടുന്നില്ല, വിശന്ന് വലഞ്ഞിരിക്കുക. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ദൂർ ഏക്ക് ഖർബൂജ പടാത്ത. അവിടെ ദൂരെ ഒരു ഖർബൂജ ഇരിക്കുന്ന കണ്ടു. ഖർബൂജ പറഞ്ഞ എന്താണ്? ഖർബൂജ മത്തങ്ങയില്ലേ? നമ്മൾ ഇവിടെ എവിടെയോ പഠിച്ചല്ലോ ഖർബൂജ. മസ്ക് മെലോൺ, മത്തങ്ങ. വാട്ടർ മെലോൺ എന്താ പറയാ? തർബൂജ്. ഒരു മത്തങ്ങ ഇരിക്കുന്ന കണ്ടു, മസ്ക് മെലോൺ. ഭൂക്ക ഭാലു ഖർബൂജ ഉടാലായ. അപ്പം ആ ഭാലു എന്ത് ചെയ്തു? ആ ഖർബൂജ എടുത്തിട്ട് വന്നു. വഹ് ഖർബൂജ ഖാക്കർ ഖുശ്ദ. ആ ഭൂക്ക ഭാലുവിന്, വയസ്സായ ആ ബിയറിന് ആ ഖർബൂജ കഴിച്ചിട്ട് ഭയങ്കര സന്തോഷം തോന്നി. ഖർബൂജ ബഹുത്ത് മീട്ടാത്ത. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ പച്ചയ്ക്ക് മത്തങ്ങ? കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും? നോ, ആർക്കും ഇഷ്ടമില്ല അല്ലെ? അപ്പൊ അതിന് ആ ഖർബൂജ കഴിച്ചിട്ട് ഭയങ്കര സന്തോഷം തോന്നി. എന്താണ്? ഖർബൂജയ്ക്ക് നല്ല മധുരമായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. ഒന്ന് കഴിച്ചു നോക്കണം പച്ചയ്ക്ക് കേട്ടോ. വേവിച്ചാലും കഴിക്കില്ല, നമ്മൾ പച്ചയ്ക്കും കഴിക്കില്ല അല്ലെ? ഒന്ന് കഴിച്ചു നോക്കുക. ഖർബൂജ ഖാക്കർ ഭാലു കി ഭൂക്ക് മിട്ട് ഗയി थी. എന്താണ്? ഖർബൂജ കഴിച്ചിട്ട് ഭാലുവിന് ഭയങ്കര ഉഷാറായി, എനർജി വന്നു എന്നാ പറഞ്ഞത്. ആ വിശപ്പൊക്കെ മാറി നല്ല എനർജറ്റിക് ആയി. അബു വഹ് നാച്ച് രഹാത്ത. എന്നിട്ട് ഇവിടെ ഭൂക്ക ഭാലു അവിടെ നിന്ന് നൃത്തം ചെയ്യാൻ, ഡാൻസ് ചെയ്യാൻ തുടങ്ങിന്ന്. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. നല്ല രസമുണ്ടായിരുന്നോ കേൾക്കാൻ? കഴിയുണ്ടായിരുന്നു അല്ലെ? പെട്ടെന്ന് തീർന്നു പോയ പോലെ തോന്നി. സാരമില്ല, നമുക്ക് അടുത്ത ലെസണിലുണ്ട്, വലിയ സ്റ്റോറിയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യനും ആൻസറൊക്കെ ക്വസ്റ്റ്യൻ ഇല്ല അല്ലെ? അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് എന്താണെന്ന് വെച്ചാല് നിങ്ങൾ തന്നെ എഴുതില്ലേ? ഏതൊക്കെ വാക്കുകൾ എഴുതണ്ടേ? വേണ്ട, ഞാൻ നോട്ട്സ് തരാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് നിങ്ങള് ഇത് കണ്ടോ? ഇത് നിങ്ങൾ എഴുതിയെടുക്കണം. കാരണം ഈ ചിഹ്നങ്ങൾ മിസ്സിന് ഫോണിൽ വാട്സപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് പാഠത്തിന്റെ പേര് എഴുതുക, എഴുതുക, ഊന്ന് എഴുതുക, ബ്രാക്കറ്റിൽ ഈ ചിഹ്നം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ പ്ലസ് ഒക്കെ ഇടുന്നത് നിങ്ങൾ തന്നെ എഴുതണം. ഈ പ്ലസ് ഇട്ടിട്ട് അതിന്റെ വാക്കുകൾ എഴുതുക, അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എഴുതുക. ഇത് 4 എണ്ണം നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം നോട്ട്ബുക്കിൽ കേട്ടോ. ബാക്കിയുള്ള വർക്ക് ഞാൻ ഗ്രൂപ്പിൽ നോട്ട്സ് തരാം. ഇനി എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടോ നിങ്ങൾക്ക് ചോദിക്കാം. ക്ലാസ് ഈസ് ഓവർ. ഓക്കെ, അല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ചെയ്യാനുണ്ടോ? നൈല സത്യ, പ്ലീസ് അൺമ്യൂട്ട്. പിക്ചർ വരയ്ക്കണോ? ഏതിന്റെ പിക്ചർ? ഏത് പിക്ചർ വരയ്ക്കണോന്നാ ചോദിക്കുന്നേ? അത് വേണ്ട, അത് പിക്ചർ ഒന്നും വേണ്ട കേട്ടോ. എന്താണത്?
പിക്ചർ വേണ്ട ആ അക്ഷരങ്ങളും ആ ചിഹ്നങ്ങളും ചേർത്ത് എഴുതാം. അതേപോലെ ഇവിടെ ഉണ്ടല്ലേ, ഇവിടെയുണ്ട്, ഇതും കൂടി എഴുതണം നിങ്ങൾ. ടെക്സ്റ്റ് ബുക്ക് നോക്കി ഈ വർക്ക് എഴുതുക. പിക്ചർ ഒന്നും വരയ്ക്കണ്ട, ആ അക്ഷരങ്ങളും വാക്കുകളും മാത്രം എഴുതിയാൽ മതി. ഒരു പ്രാവശ്യം എഴുതുക. ഓക്കെ. ഇപ്പൊ ബൈ പറയണ എന്തെങ്കിലും ഉണ്ടോ? പ്രോഗ്രാംസ് എന്തെങ്കിലും ഉണ്ടോ? പാട്ട് പാടാനോ കഥ പറയാനോ എന്തെങ്കിലും? ഉണ്ട്. അമൃതയ്ക്കുണ്ട്. ആക്ഷൻ സോങ് ആണോ അമൃത? ആക്ഷൻ സോങ് ആക്ഷൻ ചെയ്തിട്ട് വേണം കാണിക്കാൻ. ഇന്ന് ഞാനില്ലാന്ന്. അൺമ്യൂട്ട് ചെയ്യേ. ആക്ഷൻ പറഞ്ഞിട്ടാ ആക്ഷൻ ഇല്ല, വെറുതെ പാട്ടേ ഇല്ലോ. ആക്ഷൻ ഇല്ല. എന്നാ ഞാൻ അവിടെ വന്നിട്ട് ആക്ഷൻ ചെയ്യാം. പാട്ട് പാടട്ടെ? പാടിക്കോ. അരിയേ അരിയേ പൂമ്പൊടിയേ, തണുതാം വനപ്പൂ താമ്പടിയേ, അഴകേ അഴകേ പെണ്ണഴകേ, തനിയെ വനപ്പൂ പേരഴകേ, പേരാനും പിന്നാലെ വാവോടി വന്നേരെ, ഒരു കാണി എന്ന പോലവ, അരിയേ അരിയേ പൂമ്പൊടിയേ, തനുതാം വനപ്പൂ താമ്പടിയേ, അഴകേ അഴകേ പെണ്ണഴകേ, തനിയിൽ വനപ്പൂ പേരഴകേ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ നമ്മുടെ അമൃതയുടെ ഒരു പാട്ടോട് കൂടി നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ. ഐഫോനിക്ക് എന്തോ ഉണ്ട്, മിസ്സേ വിളിച്ചോണ്ടിരുന്നത്. എന്താ മോളെ? പാട്ട് പാടണോ? പാടിക്കോ എന്നാല്. ഇന്ന് എന്നെ പോവാൻ വിടില്ല നിങ്ങള്. മിസ് ഇപ്പൊ 4 ക്ലാസ് ആയി അടുപ്പിച്ചെടുക്കുന്നു. തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമുണ്ട്. പഠിക്കും. ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പാട്ട് പാടാനാണെങ്കിൽ പാടിക്കോ. എനിക്ക് കേൾക്കുന്നില്ല, അത് ഭയങ്കര. എന്നോട് പാട്ട് പാടാനാണോ? Father, we thank thee for night and for the pleasant morning light, for rest and food and loving can, for all that make the world for some and help to do the things we shout to other kinds of good. In all we do, in all we say, to grow more loving every day. ഓക്കെ, വെരി ഗുഡ്. ഗിവ് ക്ലാപ്പ്. ഓക്കെ, എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുക്കാം. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.